ഇതാണ് ഡെക്കോഫോൺ. പൊന്നെ എന്തോരം കാഴ്ച. ഇത് ഇവിടെ വന്നതിന് ശേഷം കാഴ്ചയാണത്? അല്ലല്ല, കൂട്ട തൈ കൊണ്ടുവന്നതാ ഡെക്കോഫോൺ. ഇതൊക്കെ നമുക്ക് മൂത്ത് പഴുത്ത് കിട്ടാൻ സമയം എടുക്കുന്നുണ്ടോ? ഇതൊക്കെ 8 മാസം എടുക്കും. അത്ര എടുക്കും. ഇതൊക്കെ നമ്മൾ ഇനി ജനുവരി ആകുമ്പോഴേക്കും നോക്കിയാൽ മതി. അപ്പൊ ഈ തൈകള് ഫ്രൂട്ട് ആവാൻ വേണ്ടി എത്ര സമയം എടുക്കുന്നുണ്ട്? തൈകൾ 3 വർഷം എടുക്കും. ഇത് പിന്നെ സാത്സുമ എന്ന് പറഞ്ഞാൽ ജപ്പാന്റെ തന്നെ ഒരു ഓറഞ്ചാണ്. സാത്സുമ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇത് നമ്മളെ ബുഷ് ഓറഞ്ചിനേക്കാളും വലിയൊരു ടൈപ്പ്, പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു സാധനം, ഇത് വേറൊരു സാധനം. ഇത് കഴിച്ചിട്ടുണ്ട് നിങ്ങൾ? ഇതൊക്കെ നമ്മൾ കഴിച്ചു പറഞ്ഞു, നമുക്ക് അറിയുന്ന പറയാം. ഇതാണ് ഓസ്ട്രേലിയന്റെ നാവൽ എന്ന് പറഞ്ഞത്. ഈ ഓറഞ്ച് ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം. അബ്സൂറ എന്ന് പറഞ്ഞാൽ മുറിച്ച് കഴിക്കുന്ന ഓറഞ്ചാ. നാവൽ തന്നെ ഇതിനൊരു പുക്കൾ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടോ കുഴി. അത് ഇവിടെ വരലുണ്ട്. വിക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനീൻ്റെ നമ്മുടെ ഇന്ത്യയിൽ വരുന്നുണ്ട്. ഇതാണത് ഓസ്ട്രേലിയന്റെ നാവൽ. അപ്പോൾ ഇതിന്റെ തൈ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരാത്ത കാരണം ഇത് നമ്മളെ ക്ലൈമറ്റിന് സെറ്റ് ആവുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ കാരണം അത്യാവശ്യം തണുപ്പുള്ളിടത്ത് ഉണ്ടാകുന്ന ഒരു ഓറഞ്ചാണ് ഓസ്ട്രേലിയൻ്റെ. അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ നാട്ടിൽ കായ്ക്കുമെന്നുള്ളതൊക്കെ അറിഞ്ഞതിൻ്റെ ശേഷം ഇതിൻ്റെ തൈകൾ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. വെരിഗേറ്റഡ് മുസംബിയാണ്. വെരിഗേറ്റഡ് മുസംബി എന്ന് പറഞ്ഞാൽ സാധാരണ മുസംബി അല്ല, തായ്ലൻഡിൻ്റെ ജംബോ സൈസ് ആണ്. സ്മോൾ പോലെ അല്ലേ? ഇത് വലിയ നിങ്ങളെ മദർ പ്ലാന്റ് അല്ലേ? അത് ഇവിടെ നമ്മൾ സാമ്പിൾ വെച്ച പ്ലാന്റ്. ഇതിൻ്റെ തൈകൾ ഉണ്ടല്ലോ അല്ലേ കൊടുക്കാൻ? ഉണ്ട്, തൈകളുണ്ട്. ഇത് സുർക്ക പേരാന്ന് പറയും. ഇതൊരു പുതിയ വെറൈറ്റിയാണ്, നമ്മളിതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സുർക്ക ഇങ്ങനെയാണല്ലേ? പെട്ടെന്ന് കണ്ട ഒരു ആപ്പിളിന്റെ ലുക്കാണ്. അലഹബാദ് സുർക്ക അതല്ലേ? അലഹബാദ് സുർക്ക മൾട്ടിഗ്രാഫ്റ്റഡ് ആണ്. ഒരു മാവ് തന്നെ 4, 5, 6 വെറൈറ്റികൾ ചെയ്താണ്. അതിൽ നാംഡോക്ക് ഉണ്ട്, ബനാന ഉണ്ട്, ചന്ദ്രകാരനുണ്ട്, പ്രിയൂരുണ്ട്. ഒരു മാവ് വെച്ചാൽ മതി. മാംഗോ ജിഫി ഉണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ബേസ് പറഞ്ഞ റെഡ് പാൾമറാണ്. അപ്പോൾ ഒരു മാവ് അതും കിട്ടും. ഇത് റെഡ് ഗ്രേപ്സ് സീഡുള്ള തന്നെ. കുറേ എണ്ണം കായുള്ളൊക്കെ ഉണ്ട്. ആളുകൾ ഇങ്ങനെ തിരഞ്ഞ് കൊണ്ടുപോകണമാണ്. 3 മീറ്റർ 4 മീറ്റർ നീളമുള്ള തൈകളാണ്. വള്ളിയാണ്, പടർന്നു പോകൂലേ? ഇത് ഇതേപോലെ ചട്ടിയിൽ വെക്കേണ്ടവർക്ക് അങ്ങനെ വെക്കാൻ കണ്ടോ. ഇതൊക്കെ 4 മീറ്റർ 5 മീറ്റർ വള്ളി അയക്കുന്നു. അത്രയും ഹെവി പ്ലാന്റുകളാണ്, ചെറിയ പ്ലാന്റുകളില്ല. ഇതിങ്ങനെ ചിറ്റിയിട്ട് വെക്കലാണ്. ഇതല്ലേ ഈ പടത്തിയേക്കണതല്ലേ? ഈ പടത്തിയേക്കണം. തായ്ലൻഡിന്റെ ബബ്ലൂസ് ആണ് ഏറ്റവും വലിയൊരു സൈസ്. ഇത് ഏകദേശം ഒരു 3.5 കിലോ തൂക്കം വരുന്നതാണ് ഇതിന്റെ ഒരു സൈസ്. ഏകദേശം ഒരു നാളികേരത്തിന്റെ അത്രയും വലുപ്പമാണ്. ഉള്ളിൽ ചോപ്പ്, പുറം പച്ച കളർ. ഈ കാണുന്നതാണ് തായ് ലൈം കേട്ടോ. ഇത് തായ്ലൻഡിന്റെ ഒരു സീഡുള്ള ഒരു വെറൈറ്റിയാണ്. ഭയങ്കര ജ്യൂസിയാണ്. അതിപ്പോൾ വീണതാണ്. നല്ല ജ്യൂസിയുള്ള ഓറഞ്ച്. കൊലകുത്തി കായ്ക്കാന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ശരിക്കും കൊലകുത്തി കായ്ക്കുക. ഇത് അതിന്റെ വെയിറ്റ് കൊണ്ട് ഇപ്പൊ കയറിട്ട് കെട്ടിയതാണ്. കൊമ്പൊടിഞ്ഞു വീണിട്ട് വരട്ടായിട്ട് കെട്ടി വെച്ചതാ. അത്രയും ഹെവി വെയിറ്റ് ആണ് ഇത്. ഇത്രയും കണ്ട് പോകുന്ന സാധാരണ നമ്മളെ വെള്ളം കലക്കുന്ന നമ്മളെ മാർക്കറ്റ് ലൈമിനെക്കാട്ടിയും കൂടുതൽ നീരാണ്. നമസ്കാരം, ഞാൻ നമ്മുടെ റസാഖക്കാട റാസ് ഗാർഡനിലാണ് കേട്ടോ. കുറുമ്പാടി, തിരൂരിനടുത്ത്. പ്രത്യേകിച്ച് സ്ഥലമൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓറഞ്ചിൻ്റെ കുറേ വെറൈറ്റി വലിയ ചെടികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. കഴിഞ്ഞൊരു 2 കൊല്ലം മുമ്പാണ് ഞാനിവിടെ വീഡിയോ ചെയ്തത്. അന്ന് ഇത്രയും ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് നീട്ടി അങ്ങോട്ട് എടുത്തേക്കാണ് ഈ ഗാർഡൻ മുഴുവൻ. ഏകദേശം ഒരു 2 ഏക്കറോളം സ്ഥലത്ത് മൊത്തം ഫ്രൂട്ട്സ് ചെടികളാണ്. വലിയ ചെടികൾ കേട്ടോ. ചെറിയ ചെടികൾ വളരെ കുറവാണ്, വലിയ ചെടികളാണ് ഫ്രൂട്ടായിട്ടുള്ള ചെടികൾ. റാസ് ഗാർഡൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, അവരെ ഓൺ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ റാസ് ഗാർഡനിലാണ്. റസാക്ക അവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്. ഇത് നമ്മളെ കുറുമ്പടി ആസ്പത്രിപ്പടി എന്ന് വരുന്ന റോഡാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കുറേ വെറൈറ്റിയുള്ള ഫോട്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. നമസ്കാരം. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. ഇത് ലീഫി പ്ലാന്റ് ആണ്. ഒരു ഗ്രാസ് പുല്ലൊക്കെ ഇട്ടുകൊടുത്ത് വെക്കാൻ പറ്റിയ പ്ലാന്റുകളാണ്. നമ്മളെ ഗ്രീൻ ഐവറി മാംഗോന്റെ പ്ലാന്റ് വലിയ തൈകളാണ്. ഇത് അബിയുവിന്റെ ജംബോ പ്ലാന്റുകളാണ് ഇതൊക്കെ. അപ്പൊ ഈ കാറ്റടിച്ചിട്ടൊക്കെ ക്ഷീണം വന്നതാണ്. ഇതില് മറ്റേ ജൈന്റ് അബിയു അല്ല, ഇത് ജൈന്റ് അബിയു ആണ്. ഇതൊക്കെ ഫ്രൂട്ട് കഴിഞ്ഞ കൊല്ലം ഫ്രൂട്ട് ഉണ്ടായിരുന്ന തൈകളിൽ ബാക്കിയല്ല. ഇതൊക്കെ അതിന്റെ ഒരു മീഡിയം പ്ലാന്റുകളാണ്. ഇതാണ് മീഡിയം പ്ലാന്റുകൾ. ഇതൊക്കെ അതിന്റെ ചെറിയ ബേസിക് പ്ലാന്റുകളാണ്. ഇത് ദശേരി പണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ വലിയ മാവാണ്. ഇത് പിന്നെ അബിയു ആണ്. അബിയു ഫ്രൂട്ടിങ് ഫ്ലവറിങ് തുടങ്ങി. കഴിഞ്ഞ കൊല്ലം ഫ്രൂട്ട് സീസൺ ആയല്ലോ അല്ലേ? അബിയുടെ സീസൺ ആയി. ഇത് ജസ്റ്റ് നിറയെ പൂവാണ്. ഈ കാണുന്നതൊക്കെ ഫ്ലവറാണ്. ഇതിന്റെ വലിയ ഹെവി പ്ലാന്റ് ആണ്.
ഇത് നമ്മളെ ഇന്ത്യൻ മുസംബി ഇപ്പോൾ കവർ മാറ്റിക്കാണ്ടിരിക്കുകയാണ്. അതെ, ഇന്ത്യൻ മുസംബിയുടെ വലിയ പ്ലാന്റ്. കേസറാണ്, കേസർ മാങ്ങ. ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ, അതായത് സാധാരണ ഈ ഓറഞ്ചിന്റെ ഇലകളിലേക്ക് ഒരു പ്രാണിമാരി വന്നിട്ട് ഇങ്ങനെ വെട്ടിക്കളയൂലേ, അതിന് എക്കാലക്സും അതിന്റെ കൂടെ തന്നെ ഒരു സാഫും കൂടെ കൊടുക്കുക. എക്കാലക്സ് എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ആണ്, അത് അടിക്കുന്ന തട്ടുമ്പോൾ മാത്രമേ പ്രാണി ചാവുള്ളൂ. അപ്പോൾ ഈ ഇലകളിൽ പിടിച്ചെടുത്താലും മാത്രമേ പിന്നീട് അവർ വരാതിരിക്കും. എൻ്റെ വീട്ടിൽ ഓറഞ്ച് വെച്ചിട്ട് ഇലകളിൽ കംപ്ലീറ്റ് ഇങ്ങനെ വെട്ടിക്കളയും. അതിന് എക്കാലക്സും സാഫും കൂടെ കൊടുക്കണം. ഇതിന്റെ കടവണ്ണൊക്കെ നല്ല കടവണ്ണുള്ള ചെടികളാണ്, ഫുള്ള് ഹെവി പ്ലാന്റുകളാണ്. ഇത് തന്നെ ഇതിന്റെ വലിയ പ്ലാന്റുകൾ വേറെ ഉണ്ട്. ഇതിന്റെ ഒരു മീഡിയം പ്ലാന്റ് ആണ് നമ്മുടെ അടുത്തുള്ളത്. പോട്ടിംഗ് മിക്സ് മണ്ണും ചാണകപ്പൊടിയും 1:1 അനുപാതത്തിൽ മിക്സ് ആക്കുക. പിന്നെ എല്ലുപൊടി അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ്, രാജ്പോസ് ഏതെങ്കിലും ഒന്ന് എല്ലുപൊടിക്ക് ബദലിൽ ചേർത്ത് കൊടുക്കുക. ചാണകം മണ്ണുമാണ് നമ്മുടെ 1:1 അനുപാതം. അബിയു ലിസ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അതിൻ്റെ ലീഫ് തന്നെ നിങ്ങൾ കണ്ടാലറിയാം, ഹെവി പ്ലാന്റ് ആണ്. ഇത് പ്രത്യേക സൈസ്, പക്ഷേ ഇതിൻ്റെ ഫ്രൂട്ട്സ് നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഇത് പുറമേ നിന്ന് വരുന്നത് അബിയു ലിസ എന്ന് പറഞ്ഞത്. ഇത് അബിയുവിൻ്റെ വേറൊരു പ്ലാന്റ് ആണ്. അതിൻ്റെ പേരെന്താണെന്നും കൂടെ നമുക്ക് വായിക്കാൻ പ്രയാസമാണ്. ഈ ജിഗൻ്റെ സൊളീമോസ്. അപ്പോൾ എന്ത് സൊളീമോസ് ആയാലും അത് കായ്ച്ചാലും അറിയാം എന്താണുള്ളത്. ഇതൊക്കെ പിന്നെ നമ്മുടെ ഇന്ത്യൻ മുസംബിൻ്റെ പല ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട്. ഡ്രമ്മിലുള്ള പ്ലാന്റുകളാണ്, കൊടുക്കാനുള്ളതാണ് അതൊക്കെ. ഈ ഡ്രം അടക്കം കൊടുക്കാനുള്ള, അതടക്കം കൊടുക്കാനുള്ളതാണ്. ഇത് നമ്മളെ ജപ്പാന്റെ പേരൊക്കെയാണ്, വൈറ്റ് പേരൊക്കെയാണ് ജപ്പാന്റെ. ഒരു സെക്കൻഡ് ഞാൻ ഒന്നെടുത്തോട്ടെ. ഇതാണ്, ഇതായിട്ടില്ല, ഇത് വിരിഞ്ഞ് വന്നിട്ടുള്ളൂ. ഇത് സീഡ് കുറവല്ലേ? സീഡ് ഇല്ല, 1-2 ചെറിയ സീഡുണ്ടാവും. റെഡ് ഡയമണ്ടിനേക്കാളും കൂടുതൽ നിറയുണ്ട്. ഇത് റെഡ് ഡയമണ്ട് ആണ്. റെഡ് ഡയമണ്ട് ഇപ്പോൾ ഫ്ലവർ ഇട്ട് തുടങ്ങണുള്ളൂ സീസണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാ ചെടികളും ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ പ്രൂൺ ചെയ്യുന്നതിനനുസരിച്ച് നിറയെ ബ്രാഞ്ചുകൾ വരും, അതുമൊക്കെ മുട്ടുകൾ. ഇത് ബേറാപ്പിളിൻ്റെ ഒരു വർഗത്തിൽപ്പെട്ടാണ്. ഇത് പുതിയൊരു വെറൈറ്റിയാണ്, ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ജപ്പാൻ പേരൊക്കെയാണ്. ജപ്പാൻ പേരൻ്റെ ഒരു തൈകളാണ്. ഇതൊക്കെ കൊടുക്കാനുള്ള തൈകളാണ്. ഫുള്ള് ഫ്ലവർ ചെയ്തിട്ട് ബുഷിയായ തൈകളാണ്. ഇത് ഗോൾഡൻ 8 എന്ന് പറഞ്ഞൊരു പേരൊക്കെയാണ്. ഇത് കായ്ച്ചോടാ? ഇത് കായ്ച്ചിരുന്നു. കായുള്ള ആളുകൾ കൊണ്ടുപോയി. അത്യാവശ്യം കുഴപ്പമില്ല, ഒരു ആവറേജ് ടേസ്റ്റ്, വലിയ സൂപ്പർ ടേസ്റ്റ് എന്നല്ല. ഇത് പപ്പായ പേരൻ്റെ തൈയാണ്, പപ്പായി ഗവ എന്ന് പറയും. ഇതൊക്കെ ഗോൾഡൻ ആയിട്ട് പേരക്കകളാണ്. ഇത് ബേറാപ്പിളിന്റെ, ഇത് ഗ്രീന്. ഇത് ബേറാപ്പിളിന്റെ ജുജുബി എന്ന് പറഞ്ഞ ഐറ്റംസിൽപ്പെട്ടാണ്, ഗ്രീനാണ്. ഒക്കെ മെച്ചോർഡ് പ്ലാന്റുകളാണ്. ഇതൊക്കെ കൊമേഴ്ഷ്യൽ. പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്ലാന്റുകൾ വളരെ കുറവാണ്, വലിയ പ്ലാന്റുകളാണ് ഒക്കെ. ഇത് ജപ്പാന്റെ പേരൊക്കെയാണ്. ഇത് പുതിയൊരു സാധനമാണ്. ഇതാണ് ബ്ലാക്ക് ഡയമണ്ട്, ജപ്പാന്റെ. 2-3 സീഡ്, മറ്റേതുപോലെ തന്നെ വൈറ്റ് പോലെ തന്നെ നടുവിൽ 1-2 ചെറിയ സീഡ് ഉണ്ടാവും. ഇത് ചെറിയ കായ പിടിച്ച് വരുന്നുണ്ട്, വളരെ സ്ലോ ആണ്. ഇതിപ്പോ ഒരു വർഷമായ തൈയാണ്. ഇതൊക്കെ നോക്കിയാൽ മതി നിങ്ങൾ. ഇത് വെറൈറ്റീസ് മാവുകൾ, ഇതിൽ എല്ലാ മാവും ഉണ്ട്, മിക്സാണ്. നീലൻ ഉണ്ട്, കിങ് ഓഫ് ചക്കാപത്ത് ഉണ്ട്, ഓർക്കേജ് ഉണ്ട്, എല്ലാം ടാഗഡ് ആണ്. ഒക്കെ സെപ്പറേറ്റ് നോക്കിയാൽ എല്ലാം. ഇത് കിങ് ഓഫ് ചക്കാപത്തിന്റെ വലിയ തൈകളാണ്. അതിൽ മീഡിയം തൈകളുണ്ട്, അതേപോലെ നീല. ചില്ലി മാംഗോ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ബംഗാളികൾ പറ്റിക്കുന്ന, അങ്ങനെ ഒരു മാങ്ങ ഇല്ല. അതിന്റെ വേറൊരു സാധനം ഉണ്ട്, ചെറിയൊരു മാങ്ങന്റെ. അത് വെച്ചിട്ടാണ് അതിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇപ്പൊ ചില്ലി മാങ്ങ എന്ന് പറഞ്ഞത് സംഭവം. അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് തൈകൾ, പക്ഷെ നമ്മളെ കൽക്കട്ടയിലും ബംഗ്ലാദേശിലൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഇത് ചാമ്പ, ഗ്രീൻ ചാമ്പ എന്ന് പറയും. നല്ല ജംബോ സാധനം, വലിയ തൈകളാണ്, ചെറുതില്ല. ഇതൊക്കെ ഫ്രൂട്ട് ആയിരുന്ന തൈകളാണ്. ഇത് നമ്മളെ സാധാ ബുഷ് ഓറഞ്ച് ആണ്, നമ്മളെ വെള്ളം കലക്കുന്ന പുളിയുള്ള ബുഷ് ഓറഞ്ച്. ഇത് അത്തീട്ട. ഇതൊക്കെ ഇവർ തന്നെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഇത് അറേബ്യനാണ്, അത് തുർക്കിഷാണ്. ഇപ്പൊ ഒന്നും അത്തിയുടെ സമയമല്ല, ഫ്രൂട്ട്സിന്റെ സമയമല്ല ഇപ്പൊ. ഇത് ഞാവല് അല്ലേ? വൈറ്റ് ഞാവല് ഒന്നും ഇപ്പൊ സീസൺ അല്ല. ഇത് ബനാന സപ്പോർട്ടാന്ന് പറയും. ഇപ്പൊ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഫ്രൂട്ടായി വരണേ ഉള്ളൂ. കോമൺ ആണ്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നല്ല മധുരം, തൊലിക്ക് വളരെ ഭയങ്കര സ്വീറ്റാണ്, നിറയെ കായ്ക്കും, കൊലകുത്തി കായ്ക്കും. ഇത് ഓറഞ്ചിന്റെ വലിയൊരു ലോകട്ടെ. ഇതാണ് നമ്മളെ ഒറിജിനൽ ഇന്ത്യൻ മുസംബി. ഈ ഇന്ത്യൻ മുസംബിയാണ് ഒറിജിനൽ ഇന്ത്യൻ മുസംബി എന്ന് പറഞ്ഞത്. ഇത്
കാഴ്ചയിൽ എല്ലാവരും അടയാളപ്പെടുത്തൽ ഈ റൗണ്ടാണ്. ഇത് സീറ്റ് മാൾട്ടക്ക് ഇത് ഭാരി വണ്ണല്ല, ഭാരി വണ്ണ അതാണ്. ഇത് നമ്മുടെ ലോക്കൽ മുസംബിയാണ്. ഇത് പുളിയായിരിക്കും, കാഴ്ചയിൽ ആർക്കും കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇന്ത്യൻ മുസംബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ തൈകളാണ്. 100, 150 ഒക്കെ കൊടുക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് തന്നെ, കൽക്കട്ടയിൽ നിന്നൊക്കെ വരുന്ന തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്. 50 റുപ്യ മുതൽ അവിടെ തൈകൾ, വലിയ തൈകൾ അവൈലബിൾ ആണ്. പക്ഷെ അത് വേസ്റ്റാണ്, നമ്മൾ വെച്ച് സമയം കളയാന്നല്ലാണ്ട് ഇപ്പോൾ യഥാർത്ഥ ഇന്ത്യൻ മുസംബി എന്താണെന്നോ അതിൻ്റെ വില എന്താണെന്നൊക്കെ ആളുകൾ കേട്ട് പഠിച്ചു. മറ്റേത് ഇത് 100 റുപ്യ, അത് 200 റുപ്യ എന്ന് പറഞ്ഞിട്ട് അവരെ വായന്ന് തന്നെ ഇത് 25,000, ഇത് 15,000 എന്നൊക്കെ കേട്ടു. അപ്പോൾ അതോട് കൂടിയിട്ട് അതിൻ്റെ യഥാർത്ഥ വില എന്താന്ന് യഥാർത്ഥത്തിലേക്ക് എത്തിയപ്പോൾ നല്ലൊരു മുസംബി കിട്ടണമെങ്കിൽ എന്ത് വില കൊടുക്കണം എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. അത് ഡെക്കോപ്പോണ്. ഇതാണ് ഡെക്കോപ്പോണ്ട്. ഇങ്ങനെ ഉന്തി നിൽക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടോ? ഓ, നല്ല മധുരമുള്ള ഓറഞ്ചാണ് ഡെക്കോപ്പോൺ. അതിൻ്റെ ഡെക്കോപ്പോണിൻ്റെ തൈയാണ് പിന്നെ മദർ പ്ലാന്റ് ആയിട്ട് ഈ കാണുന്നത്. ഇതാണ് അതിന്റെ തൈകൾ. ഇതാണ് ഡെക്കോപ്പോൺ. പൊന്നെ എന്തോരം കാഴ്ച. ഇത് ഇവിടെ വന്നതിന് ശേഷം കാഴ്ചയാണത്? അല്ലല്ല, ഇത് വലിയ തൈ അവിടെ ചെറിയ തൈ ആകുമ്പോൾ കൂട്ട തൈ കൊണ്ടുവന്നതാ. ഡെക്കോപ്പോൺ ഇന്ത്യൻ മുസംബി തന്നെയാണല്ലേ? അല്ലല്ല, അത് ഇന്ത്യൻ മുസംബി അല്ല, ആഫ്രിക്കൻ വലൻസി. ബുഷ് ഓറഞ്ചാണ്, മറ്റേ ഭൂട്ടാൻ ഓറഞ്ച് എന്ന് പറയും. ഇത് ഓറഞ്ചാണ്. ഇതൊന്നും നമ്മളെ കാലാവസ്ഥക്ക് അത്ര കണ്ട് സൂട്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ കൊല്ലം കൊണ്ടുവരുമ്പോൾ 4-5 ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ആകെ പിടിച്ചത് ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ മഴയാണ് ഇതിനൊക്കെ ഒരു വില്ലന്. മഴ കൊടുക്കാതെ മഴമറൊക്കെ കൊടുത്ത് നിർത്തിയാൽ അത്യാവശ്യം കായ പിടിക്കും. ഇന്ത്യൻ മുസംബിയുടെ ഇതൊക്കെ ഇന്ത്യൻ മുസംബിന്റെ ബേസിക് പ്ലാന്റുകളാണ്. കായുള്ള പ്ലാന്റ് ഒരു 5 അടി ഒക്കെയുള്ള പ്ലാന്റ്സ് ആണ് അത് ഫുള്ള്. ഇത് നമ്മളെ സീറ്റ് ബുഷ് ഓറഞ്ച് എന്ന് പറയും, മെൻഡറിന് സീറ്റ് ബുഷ് ഓറഞ്ച്. ഇതാണ് പലരും പറയുന്നത് നമ്മുടെ നാട്ടിൽ കായ്ക്കില്ല എന്ന് പറഞ്ഞാൽ. ഈ കളറാവും അല്ലേ? ഈ കളറാവും. ഇതിപ്പോ വിരിഞ്ഞു വന്നിട്ടേ ഉള്ളൂ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊണ്ടുവരുമ്പോൾ നിറയെ കായോട് കൂടി കൊടുക്കുന്ന തൈകളാണ്. അപ്പൊ വീഡിയോ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ഇതിപ്പോ ഇവിടെ ഇരുന്ന് കായ്ച്ചതാണ്. ഇത് കൊണ്ടുവരുന്ന സമയത്തുള്ള കായ കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇത് ഡാൻസി എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ഓറഞ്ചാണ്. ഇത് ഓറഞ്ചുകളുടെ ഒരു ലോകമാണ് ഈ കാണുന്നത്. ഇതിന്റെ അകത്ത് ഫുള്ള് തന്നെ ഡാൻസി. ഇത് ഏത് നാടിന്റെയാണ്? ഇത് പുറത്ത് തന്നെ, വിദേശമാണ്. എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. ഇതും തൊലി പൊളിച്ച് കഴിക്കുന്ന ഓറഞ്ചാണ് ഡാൻസി. ഇതോ? ഇത് ഇന്ത്യൻ മുസംബിയാണ്. ഇത് മരം ഫംഗസ് വന്ന് പോയതായിരുന്നു, പിന്നെ കിട്ടിയതാണ്. ഇത് നമ്മുടെ കിന്നോ എന്ന് പറയും, പാകിസ്ഥാന്റെ കിന്നോ. പാകിസ്ഥാന്റെ ഓറഞ്ച് അല്ലേ? കിന്നോ ഓറഞ്ച് എന്ന് പറഞ്ഞ സാധനമാണ്. പഞ്ചാബാണ് ഇവിടെ വരുന്നത്. പഞ്ചാബിന്റെ ഓറഞ്ചാണ്. ഇതും ഇത് തൊലി പൊളിച്ച് കഴിക്കുന്ന ഒരു ഓറഞ്ചാണ്. ഒരു ബഞ്ച്. ഇത് ശരിക്കും കുത്തുകൊടുത്ത് നിർത്തണം അല്ലേ? കുത്ത്. അത്ര ഹെവി വെയിറ്റ് ആണ്. നീര് കൂടുതലായിരിക്കും. ഭയങ്കര വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. ഇതോ? ഈ ചെടിയോ? ഇത് പിന്നെ നമ്മളെ തായ്ലൻഡിന്റെ, ജപ്പാന്റെ ഡെക്കോപ്പോൺ. ഇതാണ് വിയറ്റ്നാം ഓറഞ്ച്. ഇത് ഇന്ത്യൻ മുസംബിന്റെ മീഡിയം പ്ലാന്റുകളാണ്. ഇത് ഇന്ത്യൻ മുസംബിന്റെ അല്ല, ഇത് വിയറ്റ്നാം മുസംബിന്റെ പ്ലാന്റുകളാണ്. ഇതാണ് വിയറ്റ്നാം മാൾട്ട എന്ന് പറഞ്ഞാൽ. വിയറ്റ്നാം മാൾട്ട, അല്ലെങ്കിൽ വിയറ്റ്നാം പുർത്തക്കാല്, അല്ലെങ്കിൽ വിയറ്റ്നാം സിക്കി, എന്ത് പേരിൽ വേണമെങ്കിലും പറയാം. പിന്നെ ഇതൊക്കെ ചെറുനാരങ്ങയാണ്. ഇതിലൊരു സ്പെഷ്യൽ ചെറുനാരങ്ങ ഉണ്ട്, കാഗസി ലെമൺ എന്നാ പറയാം. കാഗസി ലെമണിന്റെ ഫ്രൂട്ട് ഉണ്ടോ? ഇത് കയറ് കെട്ടിയോണ്ടേ ഇപ്പൊ വന്നിട്ടുള്ളത്. അതിപ്പോ വന്നിട്ടുള്ളൂ, പുതിയ ലോഡ് വന്നതിൽ പെട്ടാണ്. ഇപ്പൊ ഫ്രൂട്ട് ഉണ്ട്, ചെറിയ ഫ്രൂട്ടാണ്. ഇതാണ് ഇത് അല്ല, അത് മാർക്കറ്റ് ലെമൺ, നമ്മളെ സാധാ ലൈമാണ്. നിറച്ച മുള്ളുണ്ട്. അത് ലൈമാണ്. ഇതാണ് കാഗസി ലെമൺ. ഇതാ കണ്ടോ? ഇതാണ് കാഗസി. ഒരു കുറച്ച് നീണ്ടിട്ടാണ്. ആസാം ലെമൺ, കാഗസി ലെമൺ. ഇത് ബംഗ്ലാദേശാണ് ഇതിന്റെ സ്വദേശം. ഇത് ഭയങ്കര നീരാണ്, ഇതിന് ഭയങ്കര ടേസ്റ്റ് ആണ്. ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിന്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ ഓറഞ്ചും ഇതൊന്നും ഇപ്പൊ കെട്ട് കഴിച്ചിട്ടില്ല, ഒക്കെ വന്ന പാടെ. ഇത് ഫുള്ള് ലെമണുകളാണ്, കാഗസി ലെമൺ. ഇതാണ് കാഗസി ലെമണിന്റെ ഞാൻ ഒന്ന് സാമ്പിൾ വെച്ചതാണ് ഇവിടെ, ചട്ടിയിൽ ഡ്രമ്മിൽ വെപ്പിച്ചാണ്. ഇതൊക്കെ അതിന്റെ വലിയ തൈകൾ, 4 അടി 3.5 5. ഇത് ഫുള്ള് മെച്ചുറായ പ്ലാന്റുകളാണ്, ഒന്നും ചെറിയ പ്ലാന്റുകളില്ല. പിന്നെ ഇതിലേ പോലെ ഇതെന്താ ഈ ചെടി? ഒരു ഇലക്കൊരു പ്രത്യേകത. ഇത് ബബ്ലൂസ്, റെഡ് ബബ്ലൂസ്, ചുവന്ന ബബ്ലൂസ്. ഒരു ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അത് കൊഴിഞ്ഞു പോയി. ഇത് ഭാരി വൺ എന്ന് പറയും.
ഇതാണ് ഇതിന്റെ തൈകളാണ് 100 ഉറുപ്പ്യക്കോ 50 ഉറുപ്പ്യക്കൊക്കെ കൊടുക്കുന്ന സാധനം. ഇതിപ്പോ നമ്മള് വലിയ തൈയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഇത്തിരി വലിയ തൈക്ക് 1500 ഉറുപ്പ്യ ഉള്ളൂ. ഇതേതാ കുഞ്ഞു തൈയിൽ കാച്ചേക്കണത്? ഇത് വിയറ്റ്നാം അല്ലേ? ഇത് ഇന്ത്യ മുസംബി ഇരിക്കണം അല്ലേ? അത് ഇന്ത്യ മുസംബി. ഇന്ത്യ മുസംബിന്റെ ജംബോ പ്ലാന്റ്, ഹെവി പ്ലാന്റുകൾ. അതോ ആ സൈഡൊക്കെ? ഈ സൈഡ് കരകര നേവൽ എന്ന് പറയും. ഉള്ളു ചോപ്പുള്ള നേവലാണ്. മുറിച്ച് കഴിക്കുന്ന ഒരു ഓറഞ്ചാണ്, ഉള്ള ചോപ്പാണ്. അതൊക്കെ ഇന്ത്യ മുസംബിന്റെ ഡ്രമ്മിലുള്ള തൈകൾ. ഇതിപ്പോ ഇവിടെ നിന്ന് പറക്കിയെടുക്കണമെങ്കിൽ തന്നെ ഒരു പാത്രത്തിലേക്കുള്ള ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ? ഇതെല്ലാം ഇന്ത്യ മുസംബികളാണ്. അത് കിന്നുമാണ്, അത് കിന്നു, പാകിസ്ഥാൻ കിന്നുമാണ്. ഇതിൽ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കൊടുക്കണ്ടല്ലേ? ഇല്ല, ഇതൊക്കെ നമ്മള് ഡിസ്പ്ലേക്ക് വേണ്ടിട്ട് വെച്ചാണ്. പിന്നെ ഇതൊക്കെ അങ്ങനെ കൊടുക്കും, ഈ ആഫ്റ്റർമൊക്കെ അങ്ങനെ കൊടുക്കും. ഇതൊക്കെ ഓറഞ്ചിന്റെ ലോക്കാണ് പറഞ്ഞ മാതിരി. ഇതാണ് വിയറ്റ്നാം മുസംബി. കണ്ടില്ലേ, ഒരു തലക്ക ഫ്രൂട്ട്, ഒരു തലക്ക ഫ്ലവർ. ഫ്ലവർ അതാണ് ഓൾ സീസൺ ഓറഞ്ച് എന്ന് പറഞ്ഞത്. ഓൾ സീസൺ ആണിത്. ഒരു തലക്ക തന്നെ ഫ്രൂട്ട് അവിടെ കൂടെ തന്നെ വേറെ തലക്കന്ന് ഫ്ലവറും വന്ന് തുടങ്ങി. ഇത് വെരിഗേറ്റഡ് മുസംബി. അത് വെരിഗേറ്റഡ് മുസംബി. ഇതൊക്കെ വെരിഗേറ്റഡ്. ഇതാണ് വെരിഗേറ്റഡ്. ഇത് ജപ്പാന്റെ സാത്സൂമ. ഇതാണ് സാത്സൂമ, ജപ്പാന്റെ. സോറി, ഡെക്കോപോൺ ഓറഞ്ച്. പേരൊക്കെ കൂടെ ആകെ കൺഫ്യൂഷൻ. ഇത് ഡെക്കോപോൺ, ഇത് വെരിഗേറ്റഡ്. ഇത് വിയറ്റ്നാമിന്റെ ഒരു വെറൈറ്റി ആണ്. ഓറഞ്ചാണോ? മുസംബി തന്നെയാണ്. പക്ഷെ ഇത് ജൈന്റ് മുസംബി എന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നിക്കുന്നത്. എത്രത്തോളം ഞാനിത് പ്രൊമോട്ട് ചെയ്തിട്ടില്ല, കാരണം അതിന്റെ ഫ്രൂട്ടൊക്കെ ആയതിന്റെ ശേഷം ഇപ്പോൾ ഇത് ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ജൈന്റ് ആണെന്നൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് കൊടുക്കാൻ. ഇത് കരകര നാവലിന്റെ വലിയ പ്ലാന്റ് ആണ്. അതിപ്പോൾ വന്ന ക്ഷീണമാണ്, ക്ഷീണം കഴിഞ്ഞിട്ടില്ല. ഇത് നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റ് പേരക്കല്ലേ, അതിന്റെ വലിയ തൈകളാണ് ഇതൊക്കെ. ഇത് ഗ്രീൻ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജബോട്ടിക്കാവാണ്, പച്ച കളറുള്ള. ഫ്രൂട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ആയിട്ട് കഴിച്ചിട്ടുണ്ട്. അത് ഒന്ന് പൊട്ടിച്ച് കഴിച്ചു നോക്ക്. പൊട്ടിക്കാറൊക്കെ കഴിക്കണം. ഗ്രീൻ ക്രിസ്റ്റൽ. അപ്പോൾ ഇത് പഴുക്കണം അറിയാൻ പറ്റില്ല. ഇല്ല, ഇവിടെ ഒന്ന് കഴിച്ചു നോക്കാം. പാക്കിലൊക്കെ ഉണ്ടോ? ഇതാണ് ആ സാധനം. ഇതിന് തൈകളുണ്ടോ അവിടെ? തൈകളല്ല, വലിയ മരങ്ങൾ തന്നെ. ഇതൊക്കെ കൊടുക്കാനുള്ള തന്നെ. മധുരം ഉണ്ടോ? ഒരു വേറൊരു ടേസ്റ്റ് ഇട്ടാ, റെഡ് ഹൈബ്രിഡ് പോലെ അല്ല. അല്ല, ഇതാണ് ഗ്രീൻ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ പച്ച കളറുള്ള ജബോട്ടിക്ക. എനിക്ക് തോന്നുന്നു തൊലിയും കൂടെ കഴിക്കാം അല്ലേ? തൊലിക്ക് വലിയ ഇതൊന്നുമില്ല, കയ്പൊന്നുമില്ല. നല്ല ഫ്രഷും ഉണ്ട് ഉള്ളി. വേറൊരു ടേസ്റ്റ്. ഇത് ഞാൻ ഫ്രൂട്ട് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇതുവരെ കൊടുത്തിട്ടില്ലായിരുന്നു. ഇത് കായ്ക്കോ ഇല്ലയെന്നുള്ള അറിയാൻ വേണ്ടി. ഒക്കെ ഹെവി പ്ലാന്റ് ആണ്. ഇനിയിപ്പോൾ ഇതൊക്കെ സെയിലിന് തുടങ്ങാനുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ എന്താ മാവിൻ്റെ വെറൈറ്റി? ഇത് മാവിൻ്റെ റെഡ് ഐവറി, റെഡ് പാൾമർ, ഇത് അമേരിക്ക റെഡ് പാൾമറാണ്. ഇതൊക്കെ ഗ്രീൻ ക്രിസ്റ്റലിൻ്റെ വലിയ പ്ലാന്റുകളാട്ടോ. കൊടുക്കാനുള്ള ഇതൊക്കെ കൊടുക്കാനുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ റെഡ് ഐവറി മാവുകളാണ്. ഇത് മട്ടോവൻ്റെ യെല്ലോ മട്ടോവ ആണ്. കായ്ച്ചിട്ടില്ല. ഇത് മാവിൻ്റെ വേറെ. ഇതൊക്കെ മാവിൻ്റെ സെക്ഷനുകളാണ്. കോക്കനട്ട് മാംഗോ. ഇത് പൂശ അരുണിമ എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. പൂശ അരുണിമൻ്റെ ഇതൊക്കെ അടുത്ത പോലെ ഫ്രൂട്ടായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ തൈകൾ കൊടുക്കാൻ, ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വലുതാക്കാൻ വെച്ചതാണ്. ഇതെന്താ ഈ ചെടി? അത് റെഡ് സപ്പോട്ട എന്ന് പറഞ്ഞിട്ട് ഒരു കാലത്ത് ഇവിടെ ഇറങ്ങിയ സാധനമാണ്. പക്ഷെ ഇന്നേ വരെ അത് കായ്ച്ചിട്ടില്ല. 6 വർഷം 5 വർഷമൊക്കെ ആയി. ഇതൊക്കെ മാവുകളാണ്. ഇത് ബ്രൂണൈ കിങ്, ബനാന മാംഗോ, നമ്മളെ ഡൽഹരി ചാമ്പ. ഡൽഹരി ചാമ്പയുടെ ഭയങ്കര മരം അല്ലേ? ഇത് മിയാസാക്കി മല്ലികയാണ്. ഇത് ബ്രൂണൈ കിങ് ആണ്. ഷിഫ്റ്റിംഗ് ആണെന്നോ? ഇങ്ങോട്ട് മാറ്റണോ ചെടികൾ? അത് റിപ്പോർട്ട് ചെയ്തത്, കവർ മാറ്റിയത്. ഇപ്പൊ ഈ സൈസിനാണ് ഇപ്പൊ നമ്മൾ ഈ കവർ മാറ്റി കൊണ്ടുവരുന്നത്. ഇത് ഇന്ത്യൻ മുസംബി. ഇന്ത്യൻ മുസംബിനെ ഈ കവറിനെ മാറ്റിയിട്ട് ഇപ്പോൾ വലിയ കവറിലേക്ക് അടുത്ത വർഷത്തേക്ക് വലുതാക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്.
പിന്നെ ദേ ഇവിടെ ലോങ്ങൻ റൂബി ലോങ്ങൻ ഉണ്ട്. റൂബി ലോങ്ങനാണ് ഇത്. കിനോ ഒരു മരം ഡാമേജ് വന്നതായിരുന്നു, ഇപ്പൊ അതിനെ ശരിയാക്കി കൊണ്ടുവരികയാണ്. കിനോ ഓറഞ്ച്. കിനോ ഓറഞ്ച്. പിന്നെ ഇവിടെ മൾബറി കണ്ടിരുന്നു. അത് തായ് മൾബറിയാണ്. തായ് മൾബറി, അതായത് ചെറിയ മൾബറി, ലോങ് മൾബറി അല്ല. പക്ഷെ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിറയെ കായ, നല്ല ഭംഗിയാണല്ലേ കാഴ്ച, ഓർണമെന്റലും ആണ്, ടേസ്റ്റും ആണത്. പിന്നെ ഇത് യെല്ലോ സ്ട്രോബെറി പേര. ഇതിപ്പോൾ യെല്ലോ ആയിട്ടില്ല, ആയി വരുന്നുള്ളൂ. ഇത് നമ്മുടെ മെൻഡറിനൊന്ന് ഞാൻ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വെച്ചതാണ്. ഇത് മറ്റേ സ്വീറ്റ് ബുഷ് ഓറഞ്ച്, മെൻഡറിൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇത് എങ്ങനെ തൊലി പൊളിച്ച് കഴിക്കാൻ പറ്റും? തൊലി പൊളിച്ച് കഴിക്കാം. ഇനി ഇവിടെ ഒരു സെക്ഷൻ അങ്ങോട്ടുണ്ട് കേട്ടോ. അവിടെയും ഓറഞ്ചിൻ്റെ തൈക്കളും മാവിൻ്റെ തൈക്കളുമാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിൻ്റെ അകത്തെന്താ? ഇതിൻ്റെ അകത്ത് നമ്മുടെ പർപ്പിൾ പേര, മൾബറി. ഈ സപ്പോർട്ടാണോ തായ്ക്കിങ്? തായ് ജംബോ എന്നൊക്കെ പറയുമ്പോൾ സപ്പോർട്ടാണിത്. ഒരു റഫാണല്ലോ ഇതിൻ്റെ തൊലി, ഭയങ്കര കട്ടിയാണ്, ഭയങ്കര സ്വീറ്റാണ്. ഇത് പർപ്പിൾ പേര. ഇത് നമ്മളെ എന്താണ് പറയുക, മൾബറി. ലോങ് അല്ലേ പാകിസ്ഥാൻ? ലോങ് മൾബറി. പിന്നെ അതൊക്കെ ജബോട്ടിക്കാവ. ഇതെന്താ ഇത്? മാതളോ? അത് പൊമഗ്രാനൈറ്റ്, മാതളം. അത് ഏതാണ് സൂപ്പർ ഭഗവ എന്ന് പറയുന്നത്? സൂപ്പർ ഭഗവ. അതിപ്പോ ഇലക്ക് വർഷക്കാലാകുമ്പോ ഇല കൊഴിയും. കഴിഞ്ഞ കൊല്ലം കാഴ്ച. നല്ല വലിപ്പം, വലിയൊരു വലിപ്പം കിട്ടിയിട്ടില്ല, എന്നാലും നോർമൽ. അത് ഫസ്റ്റില് വന്ന ക്ഷീണത്തിലുണ്ടായിരുന്ന കായാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ മാവുകളുടെ ലോകമാണ്. ഇത് വെൽക്കം ചെയ്യണ തന്നെ നാംഡോക്കുമായി ആണ്. നാംഡോക്കുമായിന്റെ അവർ ട്രെയിൻ ചെയ്ത തൈയാണിത്. ഇങ്ങനെ അങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഡ്രമ്മിൽ വെച്ച സപ്പോട്ട. ഇത് സ്ട്രോബെറി പേര, യെല്ലോ സ്ട്രോബെറി പേരൻ്റെ തൈകളാണ്, കായ്ക്കാനായ തൈകളാണ്. ഇതൊക്കെ ചാമ്പകളുടെ വെറൈറ്റികളാണ്. മിസൈൽ ചാമ്പ. ഇനി എന്ത് ചാമ്പ വേണമെങ്കിൽ പേരിടാം, റസാക്ക് ചാമ്പ എന്നാ. മിസൈൽ ചാമ്പ. ഇതൊരു ബംഗാളികൾ മിസൈൽ ചാമ്പ എന്നാ അതിന് പറഞ്ഞത്. ഡൽഹരി ചാമ്പയാണ്. ഡൽഹരി ചാമ്പന്റെ വലിയ ഉഗ്രൻ ചാമ്പ. അതിന്റെ ഹെവി പ്ലാന്റുകളാണ്, ചെറിയ പ്ലാന്റ് അല്ല, ഒക്കെ ഹെവി പ്ലാന്റുകളാണ്. ഇത് തായ് ജംബോ സപ്പോർട്ടുള്ള തായ്ക്കിങ്ങിന്റെ മീഡിയം തൈകളാണ്. ഇത് പിന്നെ നമ്മുടെ സ്വീറ്റ് ലൂബി. പിന്നെ ഇതൊക്കെ പേരക്കന്റെ, ഇത് ജപ്പാൻ പേരക്കന്റെ വലിയ തൈകളാണ്. റെഡ് ഡയമണ്ട് അല്ല, വൈറ്റ് ഡയമണ്ടിന്റെ ഹെവി പ്ലാന്റുകളാണ്. ഇപ്പോൾ ഇത് കവർ മാറ്റി വെച്ചിട്ടേ ഉള്ളൂ ജസ്റ്റ്. ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുള്ളൂ, കാരണം കവർ മാറ്റിയതാണ്. ഇത് ലോങ് ആൻഡ് വെറൈറ്റി. ഇത് ലോങ് ആൻഡ് വെറൈറ്റികൾ റംബുട്ടാൻ. ഈ നേരം മുഴുവൻ ഓറഞ്ച്. ഇത് ആഫ്രിക്കൻ ഓറഞ്ചിന്റെ തൈകളാണ്. ഇവിടെ ഒരു പേര ഉണ്ടല്ലോ, ഇത് റെയിൻ ഫോറസ്റ്റ് ഗവാന്നർ. റെയിൻ ഫോറസ്റ്റ് ഗവ. ഇത് ആയി വരുന്നുള്ളൂ. ഇല്ല, നിറയെ ഫ്രൂട്ട് ഉണ്ട്. ഇത് പച്ച കളറായോണ്ട് കാണാനാണ്, ബ്ലാക്ക് കളറായാലേ കാണുള്ളൂ. കണ്ടോ, ബ്ലാക്ക് കളറായാലും മാത്രമേ നിങ്ങൾക്ക് ഫ്രൂട്ട് കാണാൻ പറ്റുള്ളൂ. ഇത് വലിയ വലിപ്പം വരില്ല, പക്ഷെ നല്ല ടേസ്റ്റുള്ള പേരൊക്കെയാണ് അല്ലേ? ഇതിപ്പോൾ വിരിഞ്ഞ് വരുന്നതാണ്. മുന്തിരിപ്പേരൊക്കെ പോലെ ഇരിക്കും. ഈ കാഴ്ച എടുക്കുന്ന പേരേതാ? അത് തായ് 7 ഉണ്ട്, 5 ഉണ്ട്. ഇത് തായ് 7 ആണിത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓറഞ്ചുകൾ. ഇത് വൈറ്റ് ലോങ്ങിന്റെ തൈകളാണ്. ക്രമം തെറ്റി പൂത്ത മാവ്. മാവ് അത് നമ്മുടെ ഈമാ പസന്ത്. കാലം തെറ്റി പൂത്തതാണ്. വേനല് വർഷം പോയതൊന്നും അവർ അറിഞ്ഞിട്ടില്ല. മഴത്ത് ഒരു പിടുത്തം കിട്ടൂല. ഇതൊക്കെ മുന്തിരിപ്പേര. നമ്മളെ സീഡ്ലെസ് ജാക്കാണ്. സീഡ്ലെസ് ജാക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു ചക്ക കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ലേ? ഒരു ചക്ക കിട്ടി. ഞാൻ അതിന്റെ വീഡിയോ ചെയ്തിരുന്നു. ഒരു ഓമനച്ചക്ക കായ്ച്ചു, പക്ഷെ അത് വികൃത രൂപത്തിലാണ് വന്നത്. എന്നാലും കുറച്ച് അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റി. ഇതൊക്കെ ജപ്പാൻ പേരന്റെ ചെറിയ തൈകളാണ്. ഇത് ലളിത് പേരയാണ്. ഇത് അലഹാബാദ് വൈറ്റ് ആണ്. അലഹാബാദ് പേരക്കന്റെ സഫേദ. അതൊക്കെ കട്ട് ചെയ്ത് വെച്ചാണ്, ഒക്കെ ബുഷാക്കാൻ വേണ്ടിയിട്ട്. ഒക്കെ ഹെവി പ്ലാന്റുകളാണ്, ചെറുതൊന്നല്ല. ഇത് നമ്മുടെ R2E2ന്റെ പ്ലാന്റുകളാണ്. മാംഗോ. ഞങ്ങട്ട് ഫുള്ള് മാവുകളുണ്ടോ? നിങ്ങള് ഈ വണ്ടികൾ എല്ലാ സ്ഥലത്തേക്കും പോകുന്നുണ്ടല്ലേ? ഹൈവേ ഡെലിവറി ആണ് ഉള്ളത്. അത് തിരുവനന്തപുരം, കൊടുങ്ങല്ലൂർ മുതൽ തിരുവനന്തപുരം വരെ ഉണ്ട്. അതേപോലെ തന്നെ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ. കൊറിയർ പരിപാടിയൊന്നുമില്ല. കൊറിയർ പരിപാടി ഇതൊന്നും പാക്ക് ചെയ്ത് അയക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്കൊരു വണ്ടി വിളിച്ച്, ടാക്സി വിളിച്ച് അതിൽ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാന്നുള്ള ഇതേ വന്നിട്ട് എടുക്കണം. അപ്പം കസ്റ്റമർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ആ ഒരു സുഖം എന്തായാലും നമ്മൾ ഓൺലൈനിൽ പഴം പറിച്ച് തിന്നാൻ ചെയ്യാം. എന്നിട്ട് കൊണ്ടുപോകാം.
ശരിക്കും ഇവിടുത്തെ സീസൺ വരുന്നത് ഏപ്രിൽ മെയ് ജൂണ് ആ ഈ 3 മാസമാണ് നമുക്ക് ഇതിൻ്റെ മാങ്ങയുടെ എല്ലാ കാഴ്ച നിൽക്കുന്നത് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതൊക്കെ ഹെവി പ്ലാന്റുകൾ, ഇതൊക്കെ ഫുള്ള് ഫ്രൂട്ടാകുന്ന പ്ലാന്റുകളാണ്. ഒരു 10-60 വെറൈറ്റി മാങ്ങ ഇവിടെ വന്നവർക്ക് കാണാൻ പറ്റും ഒരൊറ്റ കാഴ്ചയിൽ. ഇതൊക്കെ നമ്മളെ ഇതേത് പറഞ്ഞത് ഇന്ത്യൻ മുസമ്പിൻ്റെ ബേസിക് പ്ലാന്റുകൾ. ഇതൊക്കെ ഇന്ത്യൻ മുസമ്പി കേട്ടോ. ഇതൊക്കെ റംബുട്ടാൻ്റെ പ്ലാന്റുകളാണ്. ഇത് റംബുട്ടാൻ്റെ ഹെവി പ്ലാന്റുകളാണ്. വലിയൊരു തെങ്ങിൻ്റെ ഹൈറ്റ് ആയല്ലോ. ഇത് ഹെവി പ്ലാന്റുകളാണ്. ഇതൊക്കെ അതിൻ്റെ ഒരു മീഡിയം പ്ലാന്റുകളാണ്. പിന്നെ ആംഡോക്കുമാൻ്റെ മീഡിയം പ്ലാന്റാണ് ഇത്. ഇത് ഗോൾഡാണ്. ഇത് ഗോൾഡ്. ഇതൊക്കെ ആംഡോക്കിൻ്റെ ഓറഞ്ച് നോക്കി അത് ഇന്ത്യൻ മുസമ്പിയാണോ? അത് ഇന്ത്യൻ മുസമ്പിയാണ്. അത് ഞാൻ താഴെ വെച്ചതാണ്. ഇത് രണ്ടും താഴെ വെച്ചാണ്. ഇവിടെയൊക്കെ ഉള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ വരുന്നവരിങ്ങനെ സാമ്പിൾ നോക്കി തിന്നു പോയി. ഇത് അവന് നമ്മുടെ നാഗ്പൂർ ഓറഞ്ച് വെച്ചാണ് തൈ. ഇതുവരെ കായ്ച്ചിട്ടില്ല. അപ്പോൾ 4 വർഷം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാണ് എങ്ങനെ ഉണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. ഇത് കാറ്റിമോണിൻ്റെ മിഡിൽ പ്ലാന്റുകളാണ്. ഈ സൈഡോ? ഈ സൈഡ് കാലാപ്പാടിയാണ്. ഇത് നാംഡോക്ക്, ഇത് കാലാപ്പാടി. ഇതൊക്കെ നാംഡോക്കിൻ്റെ ഗോൾഡിൻ്റെ വലിയ പ്ലാന്റുകളാണ്. ഹെവി പ്ലാന്റുകളാണ്. ഇത് ബേറാപ്പിള് ഗ്രീൻ ആണല്ലേ? ഗ്രീനിൻ്റെ പ്ലാന്റുകളാണ്. കുറേ വെറൈറ്റി വരുന്നുണ്ടല്ലോ ബേറാപ്പിൾ. ബേറാപ്പിൾ മെയിനായിട്ട് ബാൾസുന്ദരി, മിസ് ഇന്ത്യ, സുജുബി. ഇതൊക്കെ മാംഗോസ്റ്റിൻ്റെ അടുത്ത വർഷത്തേക്ക് റെഡിയാക്കി വെക്കുന്ന തൈകളാണ്. ഒക്കെ വലിയ പ്ലാന്റുകളാണ്. ഇത് കുളമ്പിൻ്റെ ഒക്കെ വലിയ പ്ലാന്റുകളാണ്. തോത്താപ്പുരി, കുളമ്പ്, വെള്ളരി. പിന്നെ നിങ്ങൾ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മദർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. അതൊക്കെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്. ഇത് റെഡ് ഡ്രാഗൻ്റെ വലിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ ചെറിയ പ്ലാന്റില്ല, ഒക്കെ ഹെവി പ്ലാന്റുകളാണ്. ഒക്കെ റെഡ് ഡ്രാഗൻ്റെ പ്ലാന്റുകൾ. അപ്പോൾ അതിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണാമല്ലോ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. വേണ്ട, ഇത് നമ്മളെ മിയാസാക്കിട്ടാ. മിയാസാക്കി ഇവിടെ കാഴ്ചല്ലേ? മിയാസാക്കി ആ കഴിഞ്ഞ കൊല്ലം കാഴ്ചയിരുന്നു. മിയാസാക്കി. ഇത് ബനാന. ഇത് 3 ടെസ്റ്റ്. അതിൻ്റെയൊക്കെ വലിയ പ്ലാന്റുകളുണ്ട്. ഇതൊക്കെ ഹെവി പ്ലാന്റുകളാണ്. ഗ്രീൻ ഐവറിൻ്റെ ഒക്കെ മുട്ടൻ പ്ലാന്റുകളാണ്. പ്ലാന്റ് ഇപ്പോൾ ചെടിയെന്ന് പറയാൻ പറ്റില്ല, വലിയ മരങ്ങളാണ്. അതെ. അതിനിപ്പോൾ വെയിറ്റ് ചെയ്യണ്ടല്ലോ, നമുക്ക് കൊണ്ടുവന്ന് വെച്ചാൽ മതിയല്ലോ. അവിടെയൊക്കെ സപ്പോർട്ട്. അത് സപ്പോർട്ടാണ്. അത് കാലാപ്പട്ടി സപ്പോർട്ടാന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുതിയൊരു സെക്ഷനിലുള്ള. ഇനി നിങ്ങളെ വീട്ടിലാണല്ലേ? വീട്ടിലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അത് മാത്രമാണ് എനിക്ക് കിട്ടിയത്. ഇതുണ്ട്, ഈ സെക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇതുണ്ട് കേട്ടോ, സീഡ്ലെസ് ലെമൺ ഉണ്ട്. സീഡ്ലെസ് ലെമൺ ഇവിടെ ഉണ്ട്. ലെമൺ കാഴ്ച ഉണ്ടോ അവിടെ? അത് പിന്നെ ഒരു എല്ലാ വീടുകളും നമ്മൾ കണ്ട് എല്ലായിടത്തും ഉള്ള സാധനമാണത്. ഇത് ഇപ്പോൾ ഇതിൻ്റെ ചെറിയ തൈമ കാഴ്ചയാണ്. കൊല കുത്തി കായ്ക്കുന്ന ഒരു ഐറ്റംസാണ്. നല്ല വെയിൽ കിട്ടണം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊക്കെ നമ്മളെ തൈകളിൽ നിന്ന് ഉണ്ടാക്കി വെച്ച ചാമ്പകളാണ്. ഗ്രീൻ ചാമ്പ, എമറാൾഡ്, ക്രിംസണ്, ഇത് ഡൽഹരിൻ്റെ ഹെവി പ്ലാന്റുകളാണ്. ഇതൊക്കെ ആ ചട്ടിയിലുള്ള വലിയ പ്ലാന്റ്. മേമി സപ്പോട്ട വലുതല്ലേ? പക്ഷെ നല്ല സമയം എടുക്കും കായ്ക്കാൻ. അതിപ്പോൾ 7 വർഷം ഓൾറെഡി കായ്ച്ചത്? ഇല്ലില്ല. നിലത്ത് വെച്ച് കണ്ടോ? ഇതൊക്കെ നിലത്ത് വെക്കണ ഡ്രമ്മിലായിരുന്നു. ഞാൻ അപ്പോൾ താഴത്തേക്ക് വെച്ചാണ്. വേരോട്ടമായിട്ട് കിട്ടും. അതൊക്കെ നാംഡോക്കുമായി ഡ്രമ്മിലാക്കി വെച്ചാണ്. ഇത് നമ്മുടെ നാംഡോക്കുമായിൻ്റെ വലിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ ഇന്ത്യൻ മുസമ്പിയാണോ? ഇത് വിയറ്റ്നാം മുസമ്പിയാണ്. ഇതാണ് ഓൾ സീസൺ എന്ന് പറഞ്ഞത്. ഒരു സൈഡിൽ ഫ്രൂട്ട്, ഒരു സൈഡിൽ ഫ്ലവർ. കണ്ടില്ലേ? ഇതിപ്പോൾ കൊടുത്തതാണ്. ഇത് കോഴിക്കോടുള്ള ഒരു ടീം എടുത്ത് വെച്ചതാണ്. ഒരു 25 പ്ലാന്റ്. വിയറ്റ്നാം മുസമ്പി. ഇതാണ് നമ്മളെ ട്രോളി. ഹെവി ട്രോളി. വീഡിയോകളിലൊക്കെ ഡ്രമ്മൊക്കെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ വളരെ സുഖമാണ്. ഏത് പ്ലാന്റ് ആണെങ്കിലും ജസ്റ്റ് ഒരാളെ കൊണ്ടൊന്ന് ഇങ്ങനെ എടുത്ത് വെച്ചാൽ എവിടേക്ക് കൊണ്ടുപോകാനും സുഖമാണ്. വേണ്ട, ഇതാണ് ഇതിൻ്റെ തിയറി. ഇതിന് വലിയ പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. എത്ര വലിയ ഡ്രമ്മ് വേണമെങ്കിലും കയറ്റിയിട്ട് നമുക്കിത് കൊണ്ടുപോവാം. ഡ്രമ്മൊക്കെ ഷിഫ്റ്റ് ചെയ്യാനും സുഖമാണ്. കാലായിട്ട് ഒന്ന് ഇങ്ങനെ ചെരിച്ചു കൊടുത്താൽ മതി, അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ ഡ്രമ്മാണെങ്കിൽ അങ്ങനെ പോകും. ഇതിപ്പോൾ ബാഗായിട്ടാണ്. ഡ്രമ്മൊക്കെ ഇതേപോലെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ജസ്റ്റ് ഇങ്ങനെ ചെരിച്ചു കൊടുത്താൽ മതി.
ഇത് അത്യാവശ്യമാണ് ശരിക്കും കുറേ ഡ്രമ്മുള്ളവർക്കേ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ലത്. ഇപ്പോൾ കാലി ഡ്രമ്മാണ്. ഈ ഒരു പൊസിഷനിൽ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. 2 ആളെ ഹെൽപ്പ് ഉണ്ടായാൽ മതി. എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോവാം. ഇത് ഇന്ത്യൻ മുസമ്പിയനല്ലത്? ഇതൊക്കെ ഇന്ത്യൻ മുസമ്പി. ഇത് ഒലസാപ്പോ. ഒലസാപ്പോ ആണല്ലേ? ഇത് കൊടുക്കാനുള്ള തൈകളാ? അതൊക്കെ കൊടുക്കാനുള്ള തൈകളാണ്, വലിയ തൈകളാണ്. ഇതെന്താ ഈ ഓറഞ്ച്? ഇത് ഡെക്കോപോണ്. ഇത് റെയിൻബോ കരിമ്പ് വരും. മൾട്ടി കളർ. മൾട്ടി കളറിൽ വരുന്ന ഇതൊക്കെ. ഇതിൻ്റെ തൈകളൊക്കെ കുറേ ആൾക്കാർ കൊണ്ടുവരുന്നു. ഇതിൻ്റെ പ്രത്യേകത തന്നെ ഇതിൻ്റെ സ്കിന്ന് വളരെ സോഫ്റ്റാണ്. നമുക്ക് കൈയായിട്ട് അങ്ങനെ ഇളിച്ചെടുക്കാൻ പറ്റുന്ന നല്ല മറ്റേ കരിമ്പിനേക്കാളും മധുരമാണെന്നോ? മധുരം, നല്ല മധുരമാണ്. പിന്നെ കഴിക്കാൻ ഈസിയാണ്. മറ്റേ കടിച്ച് പിടിച്ച് വലിക്കണം. ഇത് കുറച്ച് സോഫ്റ്റാണ്. ഇതേതാ പ്ലാവ്? ഇത് ചെമ്പരത്തി. ചെമ്പരത്തി വരിക്ക. ചെമ്പരത്തി വരിക്ക. ഇത് വിയറ്റ്നാം സൂപ്പർ എർലി. ഇത് റെഡ് ജാക്ക്. ഇത് J33 വലിയ തൈകളാണ്. ഇതൊരു ഉഗ്രം പ്ലാവ് തന്നെ ഉണ്ടോ? J33 വലിയ മുട്ടൻ പ്ലാവുകളാണ് ഇതൊക്കെ. ഹെവി പ്ലാന്റ് തൈകളോ? ഇതൊക്കെ എൻ്റെ ഹെവി തൈകളാണ്. ചൈനീസ് കറിവേപ്പ്. ഇത് വലുതാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്, ചെറിയ തൈകൾ. ഇതൊക്കെ കുറേ നിലത്ത് വെച്ചേക്കണല്ലേ? ഫ്രൂട്ട്സ് പ്ലാന്റ് ഇവിടെയൊക്കെ നിലത്ത് വെച്ചാണ്. ഡ്രാഗൻ്റെ തൈകൾ ഉണ്ടാക്കി വെച്ചതാണ്. നമ്മളെ ബട്ടർ അന്ന് കാഴ്ച ബട്ടർ എഴുതിയില്ലേ? മുതിരവളയിട്ട് ഞാനങ്ങനെ മുകളിലെത്തിയിട്ടോ. നമ്മളെപ്പോഴും റാസ് ഗാർഡൻ്റെ വീഡിയോസിൽ സ്ഥിരം കാണാറുള്ള സ്ഥലം. എവിടെ നിന്നാണ് ആൾക്കാർ വന്നിട്ട് പൊട്ടിച്ചിട്ട് മാങ്ങയൊക്കെ പറിച്ചിട്ടാണല്ലേ? ഇപ്പോൾ ഒന്നുമില്ല, എംപ്റ്റിയാണ്. ഇപ്പോൾ കുറച്ച് നാരങ്ങ ഉണ്ട്. ഇസ്രായേലി ഓറഞ്ച്, കുംകാറ്റ്. ഇതേതാ? മുസമ്പി. ഏത് മുസമ്പി? സാധാ? സാധാ. ഇത് ബനാന സപ്പോട്ട. സപ്പോട്ട പഴുത്തില്ലാന്നോ അല്ലേ? പറിക്കാറായിട്ടില്ല. ഇല്ല, ആയിട്ടില്ല. ആയതുണ്ടെങ്കിൽ അണ്ണാൻ കൊണ്ടുപോകും. നമുക്ക് കിട്ടില്ല. നമ്മൾ മേലെ കയറി വരുമ്പോഴത്തേനെ. അവിടെ എന്താ? ഇവിടെ നാരങ്ങ. ഏതത് നാരങ്ങ? ഇത് ഹരിയാന ഓറഞ്ച്. എങ്ങനെയുണ്ട്? നല്ല സാധനം? നല്ലതാണ്. പക്ഷെ വലിയൊരു ടേസ്റ്റ് ഇല്ല. നല്ല മൂത്താൽ ഒരു ചെറിയ മധുരമുണ്ട്. ഒരു ഭംഗിയല്ലേ? ഭംഗി. ഒരു ഓർണമെന്റിൽ 4-5 വർഷമൊക്കെ എടുക്കും ഇത് മധുരമായി കിട്ടാൻ. ഇപ്പോൾ ഇതൊക്കെ ഇത് ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ മധുരം തുടങ്ങി. ഇത് ജപ്പാൻ്റെ ഒക്കെ ഉണ്ടാണ് അണ്ണാൻ കൊണ്ടുപോകും. ഇത് മറ്റേ ലോങ്ങൻ. അവിടെയൊക്കെ പിന്നെ വലിയ ചാമ്പയും മാവൊക്കെയാണ്. മാവാണ്. ഒരു 10-30 മാവുണ്ട്. ഞാവല്. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ എടുക്കാന്നുള്ളൂ. ഒറ്റ ഫ്രൂട്ട്സും ഇല്ല ഇപ്പോൾ. ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ ഉള്ളൂ ഇപ്പോൾ. ഡ്രാഗണാ ഉണ്ടോ? ഡ്രാഗണിൻ്റെ സമയം ഇപ്പോൾ? ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സമയമുള്ളൂ. അല്ലേ? സ്ട്രോബെറി പേര. അത് ലോങ്ങൻ, റൂബി ലോങ്ങൻ. ഇതൊക്കെ മാവുകൾ. ഇതാണ് സ്പ്രിംഗ് പേര അല്ലേ? സ്പ്രിംഗ് പേര. സ്പ്രിംഗ് ഇതൊക്കെ കായ്ച്ചില്ലേ ഇവിടെ? ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? നല്ലതാ? ഒരു ആവറേജ് നല്ല പേരൊക്കെ കഴിക്കാൻ. ബിയു ഇറങ്ങിപ്പോലെ. ഇതിൻ്റെ ആ സൈഡിലേക്കൊക്കെ വെച്ചിട്ടുണ്ടല്ലേ ഡ്രമ്മിൽ? ഫുള്ള് ഒരു സ്ഥലം എവിടെ ഒഴിവാക്കിയിട്ടില്ല. ചാമ്പയും മാവൊക്കെയാണ് കൂടുതൽ. ഏകദേശം 100 ചില്ലാൻ ഡ്രമ്മ് ഉണ്ട് വീട്ടിൻ്റെ മുകളിൽ മൊത്തം. അത്തി വെറൈറ്റി ഏതാ? അത് പൂന റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. പൂന റെഡ് നല്ല ടേസ്റ്റ് ആണോ? കുഴപ്പമില്ല, നന്നായിട്ട് വരും. ഈ മഴക്കാലത്ത് അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. മഴ തട്ടാൻ പാടില്ല. മഴ സാധാ ഓറഞ്ച് അല്ല? ബുഷ് ഓറഞ്ച്, വെള്ളം കലക്കുന്ന. ഗാർഡൻ നിങ്ങൾ സെയിലുണ്ടോ ചെടികൾ? ഇല്ല, ഇവിടെ സെയിലില്ല. ഷോ മാത്രമേ ഉള്ളൂ. ഇത് ഇവിടുത്തെ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള. ഇത് റെഡ് റൂബി ലോങ്കന്. ഇത് നന്നായിട്ട് കാഴ്ചണ്ടല്ലോ. ഡ്രാഗണ്. റെഡ് റൂബിക്കൊന്നും വലിയ അങ്ങനെ സീസൺ ഒന്നും ഇല്ല. അത് ഇങ്ങനെ ഉണ്ടാവും. ആയിട്ടില്ല.
വലിയ വലിപ്പമല്ല, അതായത് നമുക്ക് അതിൻ്റെ സൈസ് അറിയാൻ പറ്റില്ല അത് പഴുത്തെന്നുള്ളത്. നെക്കി നോക്കിയാൽ ഇങ്ങനെ നിന്നു. അത് നെങ്ങിയ കിളികൾ കൊണ്ടുപോകും ചെയ്യും, അവർക്ക് വാല്യൂ. ഇവിടെ ഒരു വലിയ ചാമ്പുണ്ടായിരുന്നല്ലോ, റെഡ്. അതാണ് അതാണ് അത് തായ്ലൻഡിൻ്റെ ചാമ്പ. ബാലി. ആ അതിൻ്റെ റിവ്യൂസ് ഒരുപാട് വന്നിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഈ ചമ്മയുള്ളത് നമ്മളെ അബിയു ഇനിയിപ്പോൾ വലയൊക്കെ ഇട്ട് വല ആദ്യം കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറിയിട്ട് കഴിക്കും. ഇതാണ് മറ്റേ സാധനം, മക്കോട്ടാത്തിയാവ ഷുഗറിൻ്റെ മരുന്നെന്നൊക്കെ പറഞ്ഞ് കഴിക്കണ സാധനം. ഇത് ചക്രം വെച്ചിട്ടുണ്ടല്ലേ? ആ വീല് കൊണ്ടിറക്കാൻ വേണ്ടിയിട്ട്. ഇത് മറ്റേ സീറ്റുമില്ലിയാണത്? സീറ്റുമില്ലിയാണത്? അത് അല്ല, അത് ഡ്രോപ്പിംഗ് ടെമറിൻ്റെ ആണ്, അടിയിലേക്ക് വളരുന്നത്. അത് ഇങ്ങനെ തന്നെയാണ് നാച്ചുറലായിട്ട് അടിയിലേക്ക് വളരുന്നത്. ഇത് ജബോട്ടിക്ക എസ്കാർലൈറ്റ്. ഇതും ജബോട്ടിക്ക അല്ല, ഇത് ലോങ്ങന്, വൈറ്റ് ലോങ്ങന്. അത് ഫ്ലവർ ആയി തുടങ്ങി അല്ലേ? കായായി തുടങ്ങി. തുടങ്ങി. ഇത് നമ്മളെ ക്രിംസൺ ചാമ്പ. അല്ല, ഇത് ഉണ്ടാക്കിയാണ്? അത് നമ്മൾ ഉണ്ടാക്കിയാണ്, ചട്ടിയാണ്, നമ്മളെ ഡ്രമ്മാണ്. ഡ്രമ്മിനെ സിമെന്റ് ആയിട്ട് കോട്ട് ചെയ്തേക്കണം. കോട്ട് ചെയ്തോ. അവിടെയൊക്കെ കുറച്ച് മാവിന്റെ തൈകളും ഇതൊക്കെ. മിൽക്ക് ഫ്രൂട്ടായ മിൽക്ക് ഫ്രൂട്ട് ഫ്ലവറിങ് തുടങ്ങിയിട്ടോ. ഫ്ലവർ ആയിട്ടുണ്ട്, പക്ഷെ ഫ്രൂട്ടായി തുടങ്ങിയിട്ടില്ല. ജനുവരി ആവണം, അപ്പോഴൊക്കെ ആവുള്ളൂ. അതേതാ ഈ പപ്പായ? അത് സാധാ നോർമൽ പപ്പായ. സാധാ പപ്പായ. ചക്ക അണ്ണാൻ തിന്ന് തീർത്ത്. വിയറ്റ്നാമാണ്? വിയറ്റ്നാം. ഇനിയൊന്നും ബാക്കിയില്ല അവർക്ക്. ഇപ്പൊന്നും ചക്ക ഇട്ടിട്ട് കാര്യമില്ല, വെള്ളമായിരിക്കും. ഇല്ല, ഇതിൽ അങ്ങനെ വെള്ളം ഇറങ്ങൂല. പക്ഷെ അത് ഞങ്ങൾ കാണാതെ അണ്ണാൻ തിന്ന് പോയതാ. പിന്നെ അവർക്ക് തന്നെ അവിടെ വെച്ചു കൊടുത്ത്. അപ്പം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ദൂരം നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ സ്ഥലം ചോദിക്കണവരോട് കറക്റ്റ് എങ്ങനെ വരാമെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് നമ്മളെ വീടാണ്, നഴ്സറി ഇതിൻ്റെ ബാക്കിലാണ്. കുറുമ്പടി ആശുപത്രിപ്പടി എന്നാണ് നമ്മളെ ലൊക്കേഷൻ്റെ പേര്, സ്ഥലത്തിൻ്റെ. ആലത്തിയൂരിന്ന് ഒരു 7 കിലോമീറ്ററും കൂടെ എത്തും. തിരൂര് ചമ്രവട്ടം റോഡിൽ നിന്ന് ആലത്തിയൂരിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് പുറത്തൂർ റോഡിലാണ് ലൊക്കേഷന്. കുറുമ്പടി ആശുപത്രിപ്പടി എന്നാണ്. ഗൂഗിൾ മാപ്പിൽ റാസ് ഗാർഡൻ നഴ്സറി എന്ന് അടിച്ചാൽ ലൊക്കേഷൻ കിട്ടും. റാസ് ഗാർഡൻ ഹൗസ് എന്ന് അടിച്ചാൽ, റാസ് ഗാർഡൻ ഫസ്റ്റ് അടിച്ചാൽ തന്നെ ഹൗസാണ് വരിക, അത് വീട്ടിൽ വരിക. രണ്ടാമത്തെ നഴ്സറി കാണാം, അത് ലൊക്കേഷനാണ്. പിന്നെ നിങ്ങളെ ഇമ്മീഡിയറ്റ് കിട്ടുന്ന ഒരു നമ്പറും പറഞ്ഞേക്ക്. എൻ്റെ നമ്പർ 9562600077. വാട്സപ്പ് തന്നെ അല്ലാതെ നമ്പർ. ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ പോവാണ്, ചോറിനാറായി. ഓക്കെ, എന്നാൽ ശരി. ഓക്കെ, ബൈ. ബൈ.